ഗോവൻ വ്ലോഗ് ഡേ 2 നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ശരിക്കും അടിപൊളി സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങളത് ശരിക്കും മുതലെടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ആദ്യം പോകേണ്ട സ്ഥലം ഗൂഗിൾ മാപ്പിലിട്ട് സ്കൂട്ടി എടുത്ത് പുറത്തിറങ്ങി. സിങ്കേരിയം ഫോർട്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. ഏതാണ്ട് 10 മണിയോടുകൂടി ഞങ്ങൾ സിങ്കേരിയം ഫോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴാണ് പിറ്റേന്ന് നാട്ടിലേക്ക് പോകുവാനുള്ള തത്കാൽ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നു. പെട്ടെന്ന് ചാടിക്കേറി ARCTC ആപ്പിൽ നോക്കിയപ്പോൾ തത്കാൽ അവൈലബിൾ അല്ല. ഉദ്ദേശിച്ച ട്രെയിനിന് തത്കാൽ കിട്ടിയില്ലെങ്കിലും മംഗള ലക്ഷദ്വീപിന് പ്രീമിയം തത്കാൽ ബുക്ക് ചെയ്തുകൊണ്ട് മനസ്സിലൊരു ഇത്തിരി വിഷമത്തോടു കൂടി ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുന്നത് സിങ്കേരിയം ഫോർട്ടിനെ പറ്റി. ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് അത്ര വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു. എൻട്രൻസ് ഫീ ഫ്രീ ആണ്, പാർക്കിംഗ് ഫീ ഉണ്ട്. അത് പിന്നെ ഗോവയിൽ എവിടെ വന്നാലും പാർക്കിംഗ് ഫീ ഇല്ലാത്ത ഒരു സ്പോട്ട് പോലും നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിഞ്ഞ ഫോർട്ടാണ് സിങ്കേരിയം ഫോർട്ട്. ഈ ഫോർട്ട് ഫുള്ള് കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബീച്ചിലേക്ക് ഉന്തി നിൽക്കുന്ന വിധത്തിലാണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു പ്രൈം ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. മലയാളം ആനന്ദം എന്ന മൂവിയിലെ ഒരു സോങ് ഇവിടെ വച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സീസണിൽ ഏറ്റവും അധികം ബീച്ച് സ്പോർട്സ് ആക്ടിവിറ്റികൾ നടക്കുന്ന ഒരു ബീച്ച് കൂടിയാണ് സിങ്കേരിയം ബീച്ച്. ചുറ്റി നടന്ന് ഫോർട്ട് മുഴുവൻ കാണാം, കുറച്ച് ഫോട്ടോസ് എടുക്കാം, കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് കടലിലേക്കുള്ള കാഴ്ചകൾ കാണാം. ഇത്രയൊക്കെയുള്ളൂ ഓഫ് സീസണിലെ സിങ്കേരിയം ഫോർട്ട്. കുറച്ച് സമയം കൂടെ അവിടെ ചെലവഴിച്ചതിന് ശേഷം അടുത്ത ലൊക്കേഷനായ ഓൾഡ് ഗോവയിലേക്ക് ഞങ്ങൾ വച്ചുപിടിച്ചു. ഈ കാണുന്ന കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്. അടൽ സേതു അഥവാ മണ്ഡോവി ബ്രിഡ്ജ്. മണ്ഡോവി നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന പാലമാണ് മണ്ഡോവി ബ്രിഡ്ജ്. NH-66 ഇതിലെ കൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ പാവൻ 2 വീലർ ആൻഡ് 3 വീലറൊന്നും ഈ പാലത്തിൽ കൂടെ കടത്തിവിടുകയില്ല. കാരണം ഇത് ഏതാണ്ട് 30 ഫീറ്റ് എബോയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ നല്ല കാറ്റ് വീഴ്ചയുണ്ട്. ഇതെങ്ങാനും പിടിച്ച് 2 വീലറോ 3 വീലറോ ഈ കാണുന്ന മണ്ഡോവി റിവറിൽ വീണാലോ എന്ന് പേടിച്ചിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഈ പാലത്തിന് മുകളിലൂടെയുള്ള 2 വീലർ ആൻഡ് 3 വീലർ യാത്ര ബാൻ ചെയ്തത്. ഓൾഡ് ഗോവ എത്തുന്നതിന് മുന്നേ തന്നെ ഇതുപോലെയുള്ള പോർച്ചുഗീസ് മാതൃകയിലുള്ള ഒരുപാട് വീടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആൻഡ് ഗായ്സ്, ഫൈനലി വി റീച്ച്ഡ് ഓൾഡ് ഗോവ. ഈ കാണുന്നത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു ആർച്ചാണ്. ഇതറിയപ്പെടുന്നത് വിക്ടറി ഓഫ് ആർച്ച് എന്ന പേരിലാണ്. ചർച്ച് ഓഫ് സെൻറ്റ് കജറ്റൻ എന്നതാണ് ഈ ചർച്ചിൻ്റെ പേര്. ഞങ്ങൾ ഈ ചർച്ചിലേക്ക് കയറിയത് ഇതിന് പുറത്ത് കാണുന്ന തണൽ കണ്ടിട്ടാണ്. ചർച്ചാവുമ്പോൾ എത്ര നേരം വേണമെങ്കിലും അതിനകത്ത് ഇരിക്കുകയും ചെയ്യാം. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനകത്തുള്ള വ്യൂ ഭയങ്കര രസമാണ്. ഇതും പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിഞ്ഞ ചർച്ച് തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടെയും കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ക്ഷീണമൊക്കെ മാറ്റി പയ്യെ ഞങ്ങൾ ഓൾഡ് ഗോവ കാണാൻ പുറത്തിറങ്ങി. നല്ല ചൂടായിരുന്നു. ഏതാണ്ട് ഒരു 11:30 കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. അതിപ്പോൾ ഓൾഡ് ഗോവയാണെങ്കിലും നോർത്ത് ഗോവയാണെങ്കിലും സ്ട്രീറ്റ് ഷോപ്പിംഗ് ഞങ്ങൾക്ക് മസ്റ്റാണ്. ഞങ്ങൾക്കല്ല കേട്ടോ, കാജലിന്. എവിടെ ചെന്നാലും അതിൻ്റെയൊക്കെ ഒരു വില വിവരങ്ങൾ നോക്കി മനസ്സിലാക്കി വയ്ക്കുക എന്ന് പറയുന്നത് അവളുടെ ഒരു ശീലമാണ്. എന്നാലും അധികം ലേറ്റാക്കിയില്ല. ഞങ്ങൾ നേരെ ബസിലിക്ക ഓഫ് ഡോം ജീസസ് ചർച്ചിലേക്ക് കയറി. ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച്. ഈ ചർച്ച് എന്ന് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട ഒരു ചർച്ചാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ഫോമർ ക്യാപിറ്റലായിരുന്നു ഓൾഡ് ഗോവ എന്ന് പറയുന്നത്. ഈ ചർച്ചിലാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നതല്ല, ഉണ്ട്. ഈ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ പുറത്ത് കണ്ട ബോർഡിൽ നിന്ന് വായിച്ചെടുത്തതാണ്. പിന്നീട് അങ്ങോട്ട് വായിക്കാനായിട്ട് നോക്കിയപ്പോൾ ഒരു ഇത്തിരി കടുകെട്ട് ഇംഗ്ലീഷായിരുന്നു. ഞാൻ അതിനങ്ങോട്ട് മെനക്കെട്ടില്ല. ഇതിനകത്തേക്കുള്ള പ്രവേശനമൊക്കെ സൗജന്യമാണ്. ഇവർ ഭയങ്കര കൂളായിട്ട് തന്നെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബോം ജീസസ് ചർച്ചിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചുമ്മാ ഒന്ന് ചുറ്റി നടന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടെയൊക്കെ കാണാൻ. ഏത് മ്യൂസിയം ആണെന്ന് പോലും എനിക്കറിയില്ല. ഓൾഡ് ഗോവ ചുറ്റി നടന്ന് കാണുന്നതിൻ്റെ ഇടയ്ക്ക്
വെയിലിൻ്റെയൊക്കെ ശക്തി കൂടി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കയറി നിന്നു. ആ കൂട്ടത്തിൽ കയറി നിന്നൊരു മ്യൂസിയമാണ് ഇത്. പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ കയറി നടക്കാം. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ ഹിസ്റ്ററി അറിഞ്ഞുകൊണ്ട് വേണം ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഇപ്പം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. ഈ കാണുന്നത് ഇവിടുത്തെ മ്യൂസിയത്തിലുണ്ടായിരുന്ന ഓൾഡ് ഗോവയുടെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. തൽക്കാലം ഇത് കണ്ട് തൃപ്തിപ്പെടാൻ ഞങ്ങൾ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഈ മ്യൂസിയം എൻജോയ് ചെയ്തതെന്ന് വേണം പറയാൻ. പാകത്തിനൊരു ഫാനും ആരുമില്ലാത്തൊരു ഫ്ലോറും കിട്ടി. ഏതാണ്ട് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ അവിടെ ഇരുന്ന് കാണും. ആൻഡ് ഇനി ഫോട്ടോ എടുപ്പിൻ്റെ നിമിഷങ്ങളാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തൊട്ടും തൊടാതെയുള്ള ഓൾഡ് ഗോവ പ്രദക്ഷിണത്തിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് പഞ്ചിമിലേക്ക് പോവുകയാണ്. എവിടേക്കെന്ന് വെച്ചാൽ കുറേ കാലമായി മനസ്സിൽ കയറി കൂടിയ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ പറഞ്ഞ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് എവിടെയെന്ന് വെച്ചാൽ ഗോവയിലെ പ്രസിദ്ധമായ കൊങ്കിണി ക്യാൻറ്റീനിലാണ്. ഷെഫ് പിള്ളയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാ സ്റ്റോറി വഴിയാണ് ഈ കൊങ്കിണി ക്യാൻറ്റീനെ പറ്റി ഞാൻ അറിയുന്നത്. നല്ല തിരക്കുള്ള സമയത്താണ് വന്നത്. വന്ന പാടെ തന്നെ ഒരു ടോക്കൺ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. സീറ്റ് കിട്ടിയ ഉടനെ തന്നെ ഞാനൊരു കൊക്കും സോഡ ഓർഡർ ചെയ്തു. കൊക്കും എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് നാട്ടിലോ വേറെ എവിടെയോ ഞാൻ ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടത് ഈ കൊക്കും സോഡ തന്നെയാണ്. അത്രയും നേരത്തെ ടയർഡ്നെസ് എവിടെ പോയെന്നറിയില്ല. ശരിക്കും റിഫ്രഷായ പോലെ. പിന്നത്തേക്ക് ബാക്കി വയ്ക്കാനേ തോന്നിയില്ല. കൊങ്കിണി ക്യാൻറ്റീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. ഇവിടെ പ്രസിദ്ധമെന്ന് പറയുന്നത് താലിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 താലി ഓർഡർ ചെയ്തു. ഒരെണ്ണം വെജും ഒരെണ്ണം നോൺ വെജും. റവ ഫിഷ് ഫ്രൈ ഇവിടുത്തെ ഒരു ഗോവൻ താലിയിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. സാമ്പാർ, ദാല്, കൊണ്ടാട്ടം പോലത്തെ എന്താ സാധനമാണ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒരു ഫിഷ് ഫ്രൈ, ഇത് പ്രോൺസ്, ഇതൊരു മധുരമുള്ളൊരു മീൻ കറി, ഇത് ഒരു എരിവുള്ള മീൻ കറി, ഇത് വെണ്ടയ്ക്ക അല്ല വേറെന്തോ ഒരു വെജിറ്റബിളാണ്. ആണോ? എനിക്ക് തോന്നുന്നില്ല അത് വെണ്ടയ്ക്കാണ്. പിന്നെ ഇത് ഉണക്ക കൊഞ്ചിട്ട ഒരു തോരൻ, എന്തോ ഒരു സ്വീറ്റ്, അച്ചാർ കിട്ടിയില്ലേ? അച്ചാറുണ്ട്. എനിക്ക് ചപ്പാത്തിയാണ്. ഈ കാണുന്ന പ്രോൺസ് റവ ഫ്രൈ ഇവിടുത്തെ ഒരു ഹൈലൈറ്റഡ് ഐറ്റമാണ്. പിന്നെ നടന്നത് ഒരു പൊരിഞ്ഞ യുദ്ധമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രോൺസ് റവ ഫ്രൈ കഴിച്ചപ്പോൾ തന്നെ ആൾമോസ്റ്റ് വയറെല്ലാം ഫുള്ളായി. അതുകൊണ്ട് എനിക്ക് അധികം താലിയിലോട്ട് കൈവയ്ക്കേണ്ടി വന്നില്ല. അങ്ങനെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ക്ലിയർ ചെയ്തു എന്ന ചരിതാർത്ഥ്യത്തിൽ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. ഇനി അടുത്ത സ്പോട്ടിലേക്ക്. 2 ദിവസമായി ഗോവയിൽ കിടന്ന് ചുറ്റിക്കറങ്ങി നകളിക്കുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ്. എന്തേ ഗൂഗിൾ ചേച്ചി ചതിച്ചില്ല എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഗൂഗിൾ ചേച്ചി ഞങ്ങൾക്ക് ഈ പണി തരുന്നത്. ഞങ്ങൾ പിന്നീട് പോയത് ഫൗണ്ടൻ ഹൗസ് എന്ന ഒരു പണ്ട് പോർച്ചുഗീസുകാർ താമസിച്ചിരുന്ന ഒരു കോളനിയിലാണ്. ഗൂഗിളിൽ ലൊക്കേഷൻ ആഡ് ചെയ്ത് ഞങ്ങൾ ഡ്രൈവ് തുടങ്ങി. പക്ഷേ എവിടെയും ഇല്ലാത്തൊരു പോക്കായിരുന്നു ആ പോക്ക്. ഇന്ന് ഞങ്ങൾ എവിടെയൊക്കെയാണ് ഗൂഗിൾ ചേച്ചി കൊണ്ടുപോയെന്ന് ദൈവത്തിനറിയാം. എവിടെയൊക്കെ കൊണ്ടു നിർത്തിയിട്ട് ഡെസ്റ്റിനേഷൻ്റെ റൈറ്റിലാണ് ലെഫ്റ്റിലാണെന്നൊക്കെ പറഞ്ഞു. സത്യം പറയാലോ, നിന്ന് കറങ്ങിപ്പോയി.
Turn right. Turn right. അങ്ങനെ ഒരു തരത്തിൽ ഞങ്ങൾ ഫൗണ്ടൻ ഹൗസ് കണ്ടുപിടിച്ചു. കുറേ രീതിയിലുള്ള വില്ലകളാണ് ഇവിടെയുള്ളത്. ഓവർ ഹാങ്ങിങ് ബാൽക്കണീസ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പെയിൻസ് ആണ് ഫുള്ളുള്ളത്. ഇവിടെയൊക്കെ പിക്ചർ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരെ പ്രൈവസിയെ ബാധിച്ചിട്ടായിരിക്കാം. നിലവിലുള്ള ബിൽഡിങ്സ് മുഴുവനും കഫേകൾ, ലക്ഷറി ഹോട്ടലിലും ഹോം സ്റ്റേകളും ഒക്കെയാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം കറക്കം ഞങ്ങൾ ഫൗണ്ടൻ ഹൗസോടുകൂടി സ്റ്റോപ്പ് ചെയ്യുകയാണ്. തിരിച്ച് ഹോട്ടൽ മുറിയിലേക്ക് പോകുമ്പോൾ കാജലിനൊരാഗ്രഹം തിരിച്ച് അവൾക്ക് ഡ്രൈവ് ചെയ്യണമെന്ന്. അങ്ങനെയെങ്കിൽ എനിക്ക് കുറച്ച് റിലാക്സ് ആവുകയും ചെയ്യാമല്ലോ. അങ്ങനെ പിൻ സീറ്റിലിരുന്നു കൊണ്ട് കാണാത്ത കുറേ കാഴ്ചകളും കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസും ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും അതിനങ്ങ് സമ്മതം മൂളി. അങ്ങനെ നല്ല മിടുക്കിയായി വണ്ടി ഓടിച്ച് കാജൽ എന്നെ സേഫായിട്ട് ഹോട്ടലിൽ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. ഇനി രാവിലെ തൊട്ട് ഓടി നടന്നതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് പൂളിൽ കുളിച്ച് തീർക്കണം. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സൈൻ ചെയ്യുകയാണ്. ഫൈനൽ പാർട്ടി കാണാം.